അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ക്ലാസ്സിലെത്തിയപ്പോൾ ഷിഫ നുസീബയെ കളിയാക്കുകയാണ്. എടി പെണ്ണെ, നടക്കട്ടെ നടക്കട്ടെ. എന്താടി നീ എന്താ അങ്ങനെ പറയുന്നത്? എന്നാലും നീ കേട്ടില്ലേ ആ കുട്ടി പറഞ്ഞത്? ഷിഫ, നീ എന്താടി പറയുന്നത്? ഒരു ചെറിയ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കാര്യമാക്കി എടുക്കാൻ പാടുണ്ടോടി? അങ്ങനെയൊന്നും അല്ലടി. അതേ, ചെറിയ കുട്ടികളാണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ബുദ്ധി എന്താ എനിക്കറിയോ? ഒരു വട്ടം കേട്ടാൽ മതി, പിന്നെ ഇത് മറക്കൂല. ഭയങ്കര മെമ്മറി പവറാടി. പഴയ പോലെ ഒന്നല്ല മക്കളെ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറാണ്. നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിന്നോട് അവനക്ക് എന്തോ ഒരു ഇതുണ്ട്. കാരണം എന്താണെന്നോ, കഴിഞ്ഞ ദിവസം നിൻ്റെ പാപ്പാക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നീ വരാത്തെന്ന് എന്നോട് അവൻ ചോദിച്ചിരുന്നു. എന്നോട് ചോദിച്ചു നിൻ്റെ കൂട്ടുകാരി എവിടെ എന്നൊക്കെ. എനിക്കറിയാം എന്തോന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ എത്രയോ പെൺകുട്ടികളുണ്ടല്ലോ കോളേജിലൊക്കെ, എത്ര സ്റ്റൈലിഷ് കുട്ടികളാണുള്ളത്. പക്ഷേ അവരെക്കുറിച്ചൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പിന്നെ നീ വരാത്തപ്പോൾ പെട്ടെന്ന് അവനക്ക് മനസ്സിലായി. കൊച്ചു കള്ളൻ നടക്കട്ടെ. എടി ഷിഫ, പ്ലീസ് നീ ഇങ്ങനെ ഉറക്കൊന്നും പറയല്ലേ, എനിക്ക് പേടിയാടി. അങ്ങനെയൊന്നും പറയല്ലേ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് വെറുതെ കേട്ടോ. എനിക്ക് ഒന്നുമില്ല, അങ്ങനത്തെ ഒന്നും മനസ്സിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കെൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മുഖമുണ്ട്. ആ, അത് ശരി. അപ്പം ആ മുഖം നീ ഹൃദയത്തിൽ സൂക്ഷിച്ച് വെച്ചിക്കല്ലേ? അല്ലടി ഷിഫ, പ്ലീസ് നീ ഒന്ന് ഒച്ച വെക്കാതെ മെല്ലെ പറയൂ. എങ്ങനെയാണ് നുസൈബ ഈ മെല്ലെ പറയല്? എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പറയാനുള്ളത് ഉറക്കനെ പറയണം. അതിപ്പോൾ മെല്ലെ സ്വകാര്യം മറിച്ചിന് എനിക്ക് ഇഷ്ടമല്ല. എടി ഷിഫ, പ്ലീസ് അങ്ങനെ നീ ഉറക്കൊന്നും പറയല്ലേ. എന്നാലും എന്തൊരു ക്യൂട്ടാണല്ലേ ആ കുട്ടി. കുട്ടീനെ കാണാൻ എന്ത് ഭംഗിയാ. ഷമ്മാസിനെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. എന്താ നുസൈബ നിനക്ക് ഇത്ര ഒരു അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഒരു പേടി എന്താ? ഷിഫ, നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാനിട്ടാടി. എൻ്റെ മനസ്സിൽ ഒരു മുഖമുണ്ട്, അത് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അതെങ്ങനെയൊക്കെ തന്നെ ആയാലും എനിക്ക് അത് വിട്ട് വേറൊരു കളി എനിക്കില്ല സത്യമായിട്ടും. എടി എൻ്റെ മനസ്സിൽ ആരോ ഉണ്ടല്ലേ, അതാണ് ഇയാൾ തെളിയിച്ച് പറയണമില്ല. ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാ. അങ്ങോട്ട് നോക്കി, എൻ്റെ വിരലുകളിലേക്ക് നോക്ക്. ഇതാരുടെ പേരാണ്? എപ്പോഴും ഞാൻ നിന്നോട് പറയാറില്ലേ എനിക്ക് ഭർത്താവുണ്ട്, ഫൈസൽ എന്നാണ് പേരെന്നൊക്കെ. ഞാനത് വിശ്വസിക്കുന്നേ ഇല്ല. ഒരു പക്ഷേ നീ വേറെ എവിടെയെങ്കിലും മോതിരാണെങ്കിലും ഇട്ടിട്ടുണ്ടാവുക, എനിക്കൊന്നും തോന്നണില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ പറയുന്നത്, ഒരിക്കലെങ്കിലും ഒരു ഫോൺ കോള് അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ സാധാരണ ഹസ്ബൻഡും വൈഫാകുമ്പോൾ എപ്പോഴും ഷെയർ ചെയ്യൂലേ, മെസ്സേജ്, കോള് അല്ലെങ്കിൽ വീഡിയോ കോള്, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല, ഇനി എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ തെളിവില്ലാതെ എങ്ങനെ വിശ്വസിക്കാനാ മോളെ? നീ എന്നെ പറഞ്ഞ് പറ്റിക്കണ്ട. സത്യം പറയടി, നിനക്ക് ഷമ്മാസിനോട് എന്തോ ഒരു ഇഷ്ടമല്ലേ? സത്യം പറഞ്ഞോ. സത്യം മാത്രം എൻ്റെ മുഖത്ത് നോക്കി പറയണം കേട്ടോ. ഷിഫ, നീ എന്താടി പറയുന്നത്? ഷമ്മാസിനോട് ഇഷ്ടമോ? ആടി പെണ്ണേ, ഈ കോളേജിലുള്ള എല്ലാവർക്കും ഷമ്മാസിനെ ഇഷ്ടമാണ്. കാരണം അവൻ്റെ ആ പെരുമാറ്റവും ആ ഒരു നാണവും അവൻ്റെ ആ ഒരു ഭംഗിയുള്ള ആ ഒരു മുഖവും ആ താടിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാടി. നിനക്കിഷ്ടമല്ലേ? സത്യം പറയ്. സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടേ ഇല്ലടി ഷിഫ, ഒരിക്കലും. എനിക്ക് എൻ്റെ മനസ്സിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖമുണ്ട്, അത് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അതെൻ്റെ നിക്കാഹ് കഴിച്ച എൻ്റെ പുരുഷൻ്റേതാണ്. തുടങ്ങി അവൾ. എന്നിട്ട് എന്താ അവൻ വരാത്തത്? ഒരു ദിവസം പോലും നിന്നെ കൊണ്ടുവരാൻ വന്നില്ലല്ലോ. ഞാൻ അതാ നോക്കുന്നത്. നിക്കാഹ് കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കോളേജിൽ വന്ന് അവരെ ആ ബൈക്കിലൊക്കെ ഇരുത്തി അല്ലെങ്കിൽ ആ കാറിലൊക്കെ കയറ്റി നല്ല അടിപൊളിയായിട്ട് ഒരു പോക്കുണ്ട്. അതൊന്നും നിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നീ ഈ കോളേജിലേക്ക് ചേർന്ന മുതൽ തന്നെ വന്നത് ബസ്സിലും ഓട്ടോയിലും മാത്രമായിരുന്നു. ഇപ്പോൾ കാര്യമായിട്ട് ബസ്സിലും. അന്ന് ഓട്ടോയിൽ കൊണ്ടുവന്ന് ചേർത്താനെങ്ങാനും വന്നു, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ബാക്കിയൊന്നും എന്നും ബസ്സിന് തന്നെയാണ് നീ വന്നിട്ടുള്ളത്. ഒരിക്കൽ പോലും നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രയാസമാണ് മോളെ വിശ്വസിക്കാൻ. പിന്നെ അങ്ങനെയൊക്കെ ഒരാൾ മനസ്സിലുണ്ടായിരിക്കും ഒരു പക്ഷേ. എനിക്ക് തോന്നുന്നു നിന്നോട് ആർക്കും ഒരു പ്രണയമുണ്ട്, അവന് തന്നതായിരിക്കും ഈ മോതിരം, അതാണ് തോന്നുന്നത്.
നീ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. സംഭവം മൂപ്പര് ഇവിടെ ഉണ്ടാവില്ല, അവനൊരു പക്ഷേ ഗൾഫിലായിരിക്കും. അങ്ങനെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് നുസൈബ പറയുന്നതിൽ അത്ര കറക്റ്റായിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, എന്തിനാ അടിയാണ്ട് വിട്ടുകള. നോക്ക്, നല്ല അടിപൊളി ചെക്കന്. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചില്ലേ. നിന്നോടൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. നീ ഒന്ന് പോടി, ഓരോന്ന് പറയാതെ. എനിക്കേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എനിക്ക് ആരോടും ഒരു ഇഷ്ടമില്ല. എനിക്കെൻ്റെ ഉമ്മയും ഉപ്പയും കല്യാണം കഴിപ്പിച്ച് തന്ന ഒരുത്തനുണ്ട്. അവനെ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. സത്യമായിട്ടും എടീ, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാണ് എനിക്ക് ഭർത്താവുണ്ടെന്ന്. ഒരിക്കലും നീ മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് അതിൽ നീ ഉണ്ടാക്കരുത്. എടീ, ഒന്നിനും അല്ലെങ്കിലും നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടം അവന് തോന്നിയല്ലോ. അപ്പോൾ വെറുതെ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കണ്ടൂടെ ഷമ്മാസിനെ? ഇല്ലടേ, ഒരിക്കലും അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ വിവാഹം കഴിച്ചതാണെങ്കിലും അല്ലെങ്കിലും ഒരു അന്യപുരുഷനെ മനസ്സിൽ വച്ച് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ വിവാഹം കഴിക്കും എന്ന് ഉറപ്പുമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ ഇങ്ങനെ പ്രണയിച്ച് നടക്കാനാണെങ്കിൽ അത് തികച്ചും തെറ്റാനടി. ഒരിക്കലും നമ്മൾ അങ്ങനെ ഓരോ ആണുങ്ങളെക്കുറിച്ച് വിചാരിക്കാൻ പാടില്ല. ശരിക്കും നമുക്ക് ഹലാലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഫൈസൽക്കിയെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നെ നിക്കാഹ് കഴിച്ചത് കൊണ്ടാണ്. നീ അതങ്ങനെ പറഞ്ഞോ. നിൻ്റെ ഫൈസൽക്കാരെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒരു മോതിരം മാത്രം. എന്നാ നോക്കട്ടെ, നിൻ്റെ ഫോണൊന്നും എടുക്ക് നോക്കട്ടെ. ആ ഫോണിൽ നോക്കട്ടെ നിങ്ങൾ ചാറ്റ് ചെയ്തതൊക്കെ. ഒരിക്കലും ഒരു ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ നിക്കാഹ് കഴിച്ചവരാകുമ്പോൾ ഒരു കോള് ചെയ്തത് അല്ലെങ്കിൽ ഒരു ചാറ്റ് ചെയ്തത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നിൻ്റെ ഫൈസൽക്ക എഴുതിയതോ അല്ലെങ്കിൽ ഒരു വോയിസോ അല്ലെങ്കിൽ കോള് ചെയ്തതോ ഒന്ന് ഞാൻ നോക്കട്ടെ. നിൻ്റെ ഫ്രണ്ടല്ലേ ഞാൻ, നിനക്ക് എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നതല്ലേ. പിന്നെ നിനക്കെന്താ എന്നോട് പറഞ്ഞാലും നോക്കട്ടെ. നിൻ്റെ ഫോണിൽ ലോക്ക് തുറന്നേ. എടി, എന്തിനാ അതൊക്കെ? അല്ലടി, ഞാൻ കാര്യത്തിലാണ് ചോദിക്കുന്നത്. നിനക്കെന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് നിനക്കൊരു ടെൻഷനുണ്ട്. അതുപോലെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നീ ആകെ വേവലാതിപ്പെടുകയാണ്, പേടിക്കുകയാണ്. പക്ഷെ നിന്നെ മനസ്സിൽ പറയാൻ വയ്യ. ഞാൻ ഇപ്പോൾ ഒന്നും പറയണില്ല. എടി ഷിഫ, പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. ഞാൻ ഒന്നുമില്ല, ഞാനെല്ലാം പറയാം ഷിഫ നിന്നോട്. നീ ഒന്നും വിളിച്ച് പറയരുത് ഒരിക്കലും. ഞാൻ ആരോട് വിളിച്ച് പറയാനാ പഠിച്ചോനെ? എൻ്റെ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. കുറച്ച് ഓപ്പൺ മൈൻഡാണിത്. അതിപ്പോൾ ഞാൻ ഷോപ്പിൽ ഷമ്മാസിനെ വിളിക്കും, ചിലപ്പോൾ ഷമ്മുക്കാന്ന് വിളിക്കും, ഷമ്മാസിനെ വിളിക്കും. അതുപോലെ നിന്നോട് പറയും, സാറിനോട് പറയും. അതങ്ങനെയാണല്ല, ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. അപ്പോൾ നീ എന്തായാലും എന്നോട് പറയും കാര്യങ്ങളൊക്കെ. ഫൈസൽ എന്ന പേര് അത് നിനക്ക് ഇഷ്ടപ്പെട്ട പേരാണ്, അതെനിക്കറിയാം. എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു വാക്കൊക്കെ ഉച്ചരിക്കുമ്പോൾ തന്നെ നിൻ്റെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നിൻ്റെ കണ്ണുകൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ നിൻ്റെ ജീവിതത്തിൽ കാര്യമായിട്ട്. എങ്കിലും നീ പിടിച്ചു നിൽക്കുകയാണ്. നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ, അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ക്ഷമിക്കാനുള്ള കഴിവുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നീ എന്തിനൊക്കെയോ ഒരു ഭയക്കുന്നുണ്ട്, എന്തൊക്കെയോ നിൻ്റെ മനസ്സിലൊരു പേടിയുണ്ട്, എന്തൊക്കെയോ ടെൻഷനുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിൻ്റെ കൂടെ കുറച്ച് ദിവസം ഇരുന്നപ്പോഴേക്കും. അപ്പോൾ നീ പറയും, നിൻ്റെ ഷിഫയല്ലേ നിന്നോട് പറയണത്? നിന്നോട് അത്രയ്ക്ക് സ്നേഹമുള്ളതല്ലേ? നമ്മുടെ ക്ലാസ്സിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നീയാണ്. അപ്പോൾ ഞാൻ നിന്നോട് എന്തും തുറന്ന് പറയും. എടി, ഞാനിന്ന് വരുമ്പോഴേ ഒരു ചെക്കന്, അടിപൊളി ഒരു ചെക്കനെ എന്നെങ്ങനെ നോക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ മൈൻഡൊന്നും ചെയ്തില്ല. എന്നോട് ഇങ്ങനെ വെറുതെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ നിന്നു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം പിന്നെ നീ പറയാറുണ്ടല്ലോ, നമ്മളങ്ങനെ ചെക്കന്മാരൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ സംസാരിക്കാനും ഇതിനൊക്കെ വരും, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. അവരൊക്കെ വെറുതെ ഓരോ ഇതിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്, അങ്ങനെ നീ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആരെല്ലാവരും അങ്ങോട്ട് തള്ളിവിടും. അതാണ് സംഭവം. അതേ, നീ നിൻ്റെ കാര്യം ഒന്ന് പറയും. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിന്നോട് വന്ന് പറയും. അപ്പം നീ അതിനുള്ള ഒരു ഇത് പറഞ്ഞു തരുകയും ചെയ്യും. പക്ഷേ നിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടും നീ പറഞ്ഞിട്ടില്ലത് നീ പറയണം. നുസൈബ, ഈ ജീവിതത്തിലെ എന്നെ നിനക്ക് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയോട് ഞാൻ പറയൂല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നീ പറയടേ.
നിൻ്റെ ഫ്രണ്ടല്ല ഞാൻ. ഇനിയിപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞാൽ പോകൂലേ? പിന്നെ നീ ഒരറ്റത്ത് ഞാനൊരറ്റത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായി സംസാരിക്കാൻ പറ്റിയ ഫ്രണ്ട്സിനെ നീ കണ്ടെത്തിയിട്ട് വേണം. കാരണം എല്ലാവർക്കും പറ്റൂല. എങ്ങനെ എന്നോട് പെട്ടെന്ന് എല്ലാവരും ദേഷ്യം പിടിക്കും. കാരണം എന്താ, ഞാനങ്ങനെ ഉള്ളത് ഓപ്പണായാണ് പറയും, ചോദിക്കും ചെയ്യും. പക്ഷേ അത് പലർക്കും ഇഷ്ടമില്ല. നീ മാത്രം അതിനങ്ങനെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ നീ പറയും മെല്ലെ പറയാൻ എന്നോട്. ഓക്കെ, അത് ശരിയാണ്. അല്ല, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ എക്സാം കഴിഞ്ഞാൽ ഞാൻ പോകും വേറെ കോളേജിൽ. ഏത് കോളേജ് കിട്ടുക ആർക്കറിയാം, പഠിച്ചോൻ്റെ കാരുണ്യം പോലെ. കാരണം നമ്മൾ എൻട്രൻസ് എഴുതി സീറ്റ് കിട്ടിയെങ്കിലായി. അല്ലെങ്കിൽ മോളെ ഞാൻ വേറെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് പഠിക്കുക, ലാബ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആവുമായിരിക്കും. ഇനിയിപ്പോൾ അതിന് ഒരുപാട് പൈസ കെട്ടേണ്ടി വരും. 4, 5, 6 ലക്ഷങ്ങളൊക്കെ കെട്ടി നേഴ്സിംഗ് ആയാലും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ പഠിച്ചോൻ്റെ അടുത്താണ് എന്താ ഏതാവുക. പിന്നെ ഡോക്ടർ വിഭാഗം പഠിക്കാറുമ്പോൾ 50 ലക്ഷം. അതൊക്കെ എന്തായാലേ എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലായി മോളെ. നീ എന്തെങ്കിലും എനിക്ക് കിട്ടുന്ന വലിയ ഉറപ്പൊന്നുമില്ല. കാരണം എനിക്കെന്ന് വെച്ചാൽ അത്ര അടി നിൻ്റെ അത്ര മണ്ടയില്ല. എനിക്ക് അത്ര പഠിക്കാനൊന്നും കഴിയൂല. പിന്നെ കൂടുതലായിട്ട് സംസാരിക്കണമാണ് എനിക്കിഷ്ടം. പക്ഷേ നുസൈബ, നിനക്കതിന് കഴിയും. നമ്മളെ കോളേജിൻ്റെ റാങ്ക് നീ നേടിയെടുക്കുമെന്നാണ് നമ്മുടെ സാറും മിസ്സും ഒക്കെ പറയുന്നത്. നുസൈബ് ഉണ്ടായതുകൊണ്ട് നമ്മളെ സ്ഥാപനം രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം അവർക്കൊക്കെ പിന്നെ ഒരു ഭാഗ്യം പോലെയൊക്കെ അവർ പറഞ്ഞു കേട്ടോ. ഒരു ഇതില്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ പോവുകയാണെങ്കിൽ ഓക്കെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നീയൊക്കെ ഇനിയിപ്പോൾ ഡോക്ടർ വിഭാഗമൊക്കെ പഠിച്ച് 5 വർഷം കഴിഞ്ഞ് ഡോക്ടറൊക്കെ ആയി പുറത്തിറങ്ങുമ്പോഴൊക്കെ ഈ പാവം ഞാൻ എവിടെയെങ്കിലുമൊക്കെ ലാബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അനസ്തേഷ്യൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ ഒരു ഫീൽഡിനോട് തന്നെ എനിക്ക് താല്പര്യമൊക്കെ. അപ്പോൾ അതൊക്കെ ഫീസ് കൊടുത്ത് പഠിച്ചുണ്ടാക്കി കുറഞ്ഞ സാലറി ഒക്കെ വാങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ടാവും. നീയാണെങ്കിൽ വലിയ ഡോക്ടറായി ഇറങ്ങി. മാഷാ അല്ലാഹ്, ആ ഹിജാബ് ധരിച്ചൊരു ഡോക്ടർ, അതൊരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഹിജാബ് ധരിച്ച ഡോക്ടേഴ്സൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അതൊരു വെറൈറ്റി ആക്കി പിടിക്കുകയാണെങ്കിൽ സംഭവം നല്ല അടിപൊളി സെറ്റായിരിക്കും മോളെ. നീയേ പിന്നെ നന്നായിട്ട് പഠിക്കണം കേട്ടോ മോളെ. എന്നെ നീ കണക്കാക്കണ്ട. അതെന്താട്ടി ഷിഫ, നീയും പഠിച്ചാൽ കിട്ടും. എല്ലാവരും പഠിച്ചാൽ കിട്ടുമല്ലോ. ഒരിക്കലും ആരും അത്ര മണ്ടന്മാരൊന്നുമല്ല. അള്ളാഹു നമുക്കൊക്കെ ആവശ്യത്തിനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. പിന്നെ ഇൻ തജ് തഹിദ് തഞ്ച് എന്നാണല്ലോ. നീ പരിശ്രമിച്ചാൽ വിജയിക്കും. നമ്മൾ പ്രാർത്ഥന പ്രവൃത്തി, പഠിച്ചവനോട് പ്രാർത്ഥിക്കും ചെയ്യുക, പ്രവർത്തിക്കും ചെയ്യുക. അത് എന്ത് തന്നെ ആയാലും അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ തന്നെ ആയാലും എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പഠിച്ചവൻ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്കത് നേടിയെടുക്കുക തന്നെ വേണം, നീ അതിനെന്നെ തുണക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം പോരാ, നമ്മളത് പ്രവർത്തിക്കും കൂടി വേണം. അങ്ങനെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പഠിച്ചവൻ എന്തായാലും നമുക്കത് ഈസിയാക്കി തരും. അതെന്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. എടി, നീ പറയുന്നതൊക്കെ ഉപദേശങ്ങളൊക്കെ നല്ലതാണ്, മോട്ടിവേഷനൊക്കെ നിൻ്റെ നല്ലതാണ്. ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു വിഷമം, ഒരു ദുഃഖമുണ്ട്, എന്തോ ഒരു ഉണ്ട്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് നീ എന്നോട് ഇതുവരെ ഓപ്പണായി പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കും ചെയ്യുക, പ്രവർത്തിക്കുകയും ചെയ്യുക ഒക്കെ ചെയ്തോളാം. കാരണം നീ പറഞ്ഞാൽ അതിലൊരു വിജയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ചിന്ത പിന്നെ ആദ്യം തന്നെ അങ്ങനെ തന്നെ, എൻട്രൻസ് എഴുതിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊരു ജോലി, അങ്ങനെയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എടി, നീ ആ ഒരു ചിന്ത വിട്. എൻട്രൻസ് ചെയ്താൽ നമ്മൾ ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ പഠിക്കണേ. ഈ ഒരു ക്യാഷ് കൊടുത്ത് പഠിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. ഈ ഒരു നമ്മൾ ചിലവാക്കുന്ന ക്യാഷിനൊരു വില ഉണ്ടല്ലോ. ആ ഒരു വിലക്കനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു നേടിയെടുക്കണം എന്നൊരു ചിന്ത വേണം. നീയൊക്കെ ഷിഫ എന്തൊക്കെ തന്നെയായാലും പരിശ്രമിച്ചാൽ വിജയിക്കും. പക്ഷെ ഒരുപാട് കളികൾ, ഫോണിലുള്ള ഒരുപാട് കളികൾ, ഒരുപാട് റീൽസ് കാണുക, ഒരുപാട് എന്തൊക്കെയോ ഫോണിൽ എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ കാണുന്ന ടൈമുണ്ടല്ലോ. അതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ആ ഒരു ടൈം കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ അത് ഉറപ്പാണ് നമുക്ക് സീറ്റ് ലഭിക്കും. നോക്കട്ടെടി. എൻ്റെ അമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കുന്ന ഇഷ്ടമല്ല സത്യമായിട്ടും. എന്നെ എൻ്റെ വീട്ടുകാർ ചേർത്തിയതല്ലേ, എനിക്ക് താല്പര്യമൊന്നുമില്ല. എനിക്ക് ഞാൻ 10ാം ക്ലാസ് ആയാലും +2 ആയാലും എങ്ങനെയൊക്കെ എഴുതിയാണ് ജയിച്ചതാണ്. വീട്ടുകാർക്കാണെങ്കിൽ ഞാൻ നല്ല ഉന്നതിയിൽ നല്ല ജോലി, പ്രൊഫഷണൽ ജോലിയൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. പിന്നെ അതിന് വേണ്ടിയുള്ള പൈസ ഉണ്ടെങ്കിൽ തിരക്കിടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച് പോവായിരുന്നു. പക്ഷേ ഇത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക,
നമ്മൾ പഠിച്ചെഴുതെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റ് കിട്ടുള്ളൂ, ഉറപ്പാണ്. എടി നീ എന്തായാലും പഠിച്ച് ഡോക്ടറാണ്. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിനും നിൻ്റെ വീട്ടുകാർക്കും അതൊരു ഡോക്ടർ നുസൈബ MBBS എന്നുള്ളൊരു ബോർഡ് അതവിടെ ഒരു കാണണം. നമ്മുടെ നാട്ടിൽ ഫ്ലെക്സ് വെക്കണം. നിങ്ങളുടെ നാട്ടിലായാലും ഇവിടെ ആയാലും ഉയർന്ന റാങ്ക് നേടി നുസൈബയെ ആദരിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. അതൊക്കെ എൻ്റെ ഒരു സ്വപ്നങ്ങൾ. നിനക്കത് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്നറിയില്ല, എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിനക്ക് കിട്ടണം. നിൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്. പിന്നെ നീ എനിക്ക് ഒരുപാട് ഉപദേശം, മോട്ടിവേഷൻ അങ്ങനെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴൊക്കെ നീ അല്ലത് തിരുത്തൽ അങ്ങനെയൊക്കെ തന്നതായിട്ട് എൻ്റെ ഉമ്മ പറയും. നല്ലൊരു കുട്ടിയാണല്ലേ നുസൈബ എന്നൊക്കെ പറയും. എടി പെണ്ണെ, നീ എന്താ എന്നെക്കുറിച്ച് പറഞ്ഞത്? അല്ല ഒന്നുമല്ലേ ഉമ്മ, സ്കൂളിലേക്ക് വരുമ്പോൾ വരെ ഹിജാബ് ഇട്ടുകൊണ്ടാണ് ആ കുട്ടി വരാറുള്ളത്. ഒരു ചെക്കന്മാരെ മുഖത്തും വെറുതെ ഒന്നും നോക്കൂല, അതുപോലെ തന്നെ ആർക്കും മുഖം കാണിച്ചു കൊടുത്തിട്ടില്ല, അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഉമ്മ പറയും. ഇപ്പോഴും ഉണ്ടാവുമല്ലേ അങ്ങനത്തെ പെൺകുട്ടികൾ. ഇപ്പൊക്കെ എല്ലാ കുട്ടികളും എന്തൊരു മോഡലായിട്ട് നടക്കണോലാണ്, എന്നാലും വല്ലാത്തൊരു ഈമാനുള്ള കുട്ടിയാണിത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ, ഉമ്മ അവളിഞ്ഞ് ഡോക്ടറായി കഴിഞ്ഞാലും ഹിജാബൊക്കെ ധരിച്ച് ഡോക്ടറായിരിക്കും, എല്ലാവർക്കും മാതൃകയായിരിക്കും. അപ്പം ഉമ്മ മാഷാ അല്ലാ എന്ന് പറഞ്ഞു. ആടി സത്യമായിട്ടും നിന്നെ കൂട്ടി വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നീ വരൂലല്ലോ. എടി എങ്ങനെ വരാനാ? പിന്നെ നീ കാര്യം പറഞ്ഞില്ലട്ടോ ഇതുവരെ. നമ്മളിങ്ങനെ സംസാരിച്ച് പോവാന്നല്ലാതെ ഒരിക്കലും നീ നിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നുസൈബ. ഞാൻ പറയാൻ മടി. ഇനി എന്താ നിന്നോട്, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന നിന്നോട് ഞാനിത് മറച്ചു വെക്കുന്ന എന്തിനാ? പറയടി. എന്നാൽ നമുക്ക് കോളേജ് വിട്ടിട്ട് കുറച്ച് എവിടെയെങ്കിലും പോയിരുന്നാലോ? പഠിച്ചോനെ, പുറത്തോ ക്യാമ്പസിന് പുറത്തേക്കൊന്നും വെറുതെ പോയിരിക്കാൻ പാടില്ല, നമ്മൾ പെൺകുട്ടികളല്ലേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും സ്കൂളിൻ്റെ ഒരു ഭാഗത്ത് ആ ഒരു മരത്തണലെങ്ങാനും പോയിരുന്ന് സംസാരിച്ചാലോ? ഇവിടെയൊക്കെ ആകുമ്പോൾ പിന്നെ കുട്ടികളൊക്കെ വന്ന് അതൊരു ശല്യമായി. ഷിഫ, ഞാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഫൈസലാണ് എന്നൊക്കെ. അത് നിനക്കറിയാമല്ലേ? അത് മാത്രമല്ല നിനക്കറിയുള്ളൂ. ആടി, അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ എവിടെയാണ്, ഗൾഫിലാണോ നാട്ടിലാണോ എന്താ പണി ഒന്നും ഈ പറഞ്ഞിട്ടില്ല. അതെല്ലാം പറയാം. ഷിഫയും നുസൈബയും അതാ ആ ഗ്രൗണ്ടിലൂടെ നടന്നു നീങ്ങി ഒരു മരത്തിൻ്റെ തണലിൽ പോയിരിക്കുകയാണ്. പറയടി. എന്നിട്ട്? അത് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടൊക്കെ കുറച്ചായി. എത്രയായി? 1 വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയി തുടങ്ങി. 1.5 വർഷത്തോളം ആയി തുടങ്ങി. എന്നിട്ട് അത് 8 മാസത്തോളം ഞാനവിടെ നിന്നു. പറയൂ. പക്ഷേ പിന്നെ ഞാനിങ്ങോട്ട് പോകുന്നു. അതെന്തെടേ, എന്ത് പറ്റി? ഹസ്ബൻഡ് ഗൾഫിൽ പോയോ? അതോ നിന്നെ അവർ പറഞ്ഞയച്ചോ? എന്ത് സംഭവിച്ചത്? ഒന്നുമില്ലടി, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മളെ ഭർത്താവ് മറ്റൊരു നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഷിഫ അത് കണ്ടു. ഹേയ് കരയല്ലേ പെണ്ണേ, എന്താ അത്? ഞാനല്ലേ കൂടെ, നീ പറയേ. സാരല്ല, വിഷമായോ? പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? നുസൈബ വാ, ഒന്ന് മുഖം കഴുക്. വേണ്ട, അങ്ങനെയാണെങ്കിൽ എനിക്കെപ്പോഴും മുഖം കഴുകേണ്ടി വരും. അതെന്താ? നീ എപ്പോഴും കരയാറുണ്ടോ? അല്ലാതെ എന്ത് ചെയ്യാൻ. എന്നിട്ട് പറയൂ, നിൻ്റെ ഭർത്താവ് എന്ത് പറ്റിയടേ? അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയോ? സാരല്ലടി, സാരല്ല. എൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പറ്റിയിരുന്ന ചെറിയ രീതിയിലൊരു പരിക്കും കാര്യങ്ങളൊക്കെ, അതൊക്കെ സുഖമായി. പക്ഷേ എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെയാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നുസൈബ, എന്താണ് ഞാൻ കേൾക്കുന്നത്? സത്യമാണോ? എന്നിട്ട് ആ ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താ അവളെയും കെട്ടിയിട്ടുണ്ടോ? ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണോ പൊട്ടത്തി നീ ഈ മോതിരം കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത്? അതൊക്കെ ആ സ്പോട്ടിൽ വലിച്ചെറിയണ്ടേ? നാണമില്ലല്ലോ നിനക്ക്? ഭർത്താവ് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിക്കുക, എന്നിട്ടും അവൻ്റെ പേരും വെച്ച് അങ്ങനെ ആ മോതിരം ഇട്ട് നടക്കുക. നീ എന്തൊരു സാധനമാടി. ഞാനെന്നാണെങ്കിൽ പിന്നെ അത് അടുപ്പിലേക്കിടും, സ്വർണ്ണമൊന്നും വേണ്ടാന്ന് വെക്കും. കരിച്ച് കളി ഞാനൊക്കെ അങ്ങനെ എങ്ങാനും ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ടാണല്ലോ നീ എപ്പോഴും
ഫൈസൽ എൻ്റെ മനസ്സിൽ ഫൈസലുണ്ട്, എൻ്റെ ഭർത്താവാണ്, നിക്കാഹ് കഴിച്ചവനാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇത്രക്കും വിഷം അനുഭവിക്കുന്ന പെണ്ണാണല്ലേ നീ? എന്നിട്ടും നീ എന്നോടിത് പറഞ്ഞില്ലല്ലോ. ഇത്ര കാലമായിട്ട് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. നിന്നെ എന്തെങ്കിലും തമാശയിൽ പറയുമ്പോൾ അവൾക്ക് പറ്റൂല. അപ്പോൾ അതാ ഫൈസൽ എന്ന് പറഞ്ഞങ്ങനെ കൊഞ്ചിച്ച് നിൽക്കും. എനിക്ക് നിന്നോട് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നുകയാണ്. രണ്ടടി ഞാൻ തന്നെങ്കിലും എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ കാണുങ്ങൾ ചെറ്റത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിലങ്ങോട്ട് ഇറങ്ങി പോരണ്ടേ, അല്ലാതെ അവിടെ. എന്നിട്ട് നീ എന്താക്കി ബാക്കി പറയേ. ഞാൻ അവിടെ തന്നെ നിന്നു. എൻ്റെ റബ്ബേ, ഞാൻ നിന്നെ അങ്ങോട്ട് ഒരടി തന്നാലുണ്ടല്ലോ. ആ പെണ്ണിനെ അവിടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും നീ അവിടെ തന്നെ നിന്നോ? അയ്യേ എൻ്റെ നുസൈബ, ഈ വല്ലാത്തൊരു ഇത്രക്കൊരു പാവമായിരുന്നു ഈ. ഞാനൊക്കെ ആണെങ്കിൽ ആ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഒന്നുമില്ലെങ്കിലും നടന്ന് എൻ്റെ വീട്ടിലേക്ക് വരും. അതിന് ഞാൻ എന്താ പടച്ചോനെ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കണേ. ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ തന്നെ ഉളുപ്പില്ലാതെ നിൽക്കണ്. എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. ബെസ്റ്റ് അമ്മായിമ്മ അല്ലേ. മകന് രണ്ടാമതൊരു പെണ്ണിനെ കെട്ടിയ മരുമകളെ മുമ്പൊക്കെ കൊണ്ടുവന്നു. പിന്നെ എല്ലാത്തിനും ഉമ്മയുടെ കൂടെ മരുമകൾ. നാണല്ലല്ലോ പെണ്ണെ നിനക്ക് അവിടെ വീണ്ടും നിൽക്കാൻ? ഇറങ്ങി പോരണ്ടായിരുന്നല്ലോ അപ്പം തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് എന്തോ ഒരു ഇത് തോന്നുകയാണ്. ഇത്ര ഉള്ളൂ തോന്നുകയാണ്. എടീ, ഞാൻ ഇറങ്ങിപ്പോന്നിട്ട് എന്ത് ചെയ്യാനാ? എൻ്റെ വീട്ടിലത്തെ അവസ്ഥ നിനക്കറിയുന്നതല്ലേ. എൻ്റെ ഉപ്പാക്ക് 3 പെൺകുട്ടികളാണ്. സുഖമില്ലാതെ എൻ്റെ ഉപ്പ പലപ്പോഴും കൂലിപ്പണിക്ക് പോകുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ വീടും ഇതൊക്കെ കണ്ടാൽ ആകെ ആ ഒരു ടൈമിന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവർ വിചാരിക്കുക? എൻ്റെ പാവപ്പെട്ട പിതാവിന് ഹൃദയം പൊട്ടൂലേ? അദ്ദേഹത്തിന് വേദനിക്കൂലേ? അദ്ദേഹം എത്ര പ്രതീക്ഷയോടെയാണ് എന്നെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അല്ല, എന്ത് നീ ഇത്ര പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചത്? അത് ചോദിക്കാൻ മറന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ. അതേടി, +2 കഴിഞ്ഞ് 18 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും ഒരു വിവാഹാലോചന വന്നു. പെട്ടെന്ന് സമ്പത്തും സ്വത്തും ഒന്നും വേണ്ട, പെണ്ണ് കുഴപ്പമില്ലാത്തൊരു പെണ്ണായ മതി, സൗന്ദര്യം ഉള്ള പെണ്ണായ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കൊരു ബ്രോക്കർ വരലും കല്യാണം ഇതാക്കലും ഒക്കെയാണ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് പഠിക്കാനൊക്കെ കഴിവുള്ള കുട്ടിയാണ്, പഠിക്കണമെന്നൊക്കെ. പക്ഷേ സാരല്ല, ഞാൻ വിചാരിച്ചു ഉപ്പാൻ്റെയൊക്കെ മനസ്സത്തെ വേദന ഒരാളെങ്കിലും കെട്ടിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയത് ഒരു ഗവൺമെൻറ് കോളേജിൽ ആയിരുന്നു. 1-2 ബസ് കയറിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അത് പ്രയാസമാണെന്ന് തോന്നി ഉപ്പാക്ക്. അപ്പം പിന്നെ നല്ലൊരു കല്യാണോചന വന്നു. നിങ്ങളെ മോൾക്ക് എല്ലാം കൊണ്ടും സുഖമുള്ള വീടാണ്, ഒന്നും വേണ്ട, അവൾക്ക് സൗന്ദര്യം മാത്രം മതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പിന്നെ അതിന് ഉമ്മയും ഉപ്പയും സമ്മതം ചോദിച്ചു. പിന്നെ ഞാനും അങ്ങോട്ട് അവരുടെ ഇഷ്ടത്തിൽ നിൽക്കുമായിരുന്നു. അവിടെ എത്തിയപ്പോഴൊക്കെ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് നീ ആലോചിക്കണമെന്നല്ല. എന്താടേ, അല്ലേ എനിക്കിഷ്ടം അങ്ങനെ ഹിജാബൊക്കെ ധരിച്ച് നല്ല മറവിൽ നടക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഭർത്താവിനൊന്നും അതൊട്ടും ഇഷ്ടമല്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കും, പലതും പറയും, ചീത്ത പറയും. എൻ്റെ മുമ്പിൽ നിന്ന് പല പെണ്ണുങ്ങൾക്കും വീഡിയോ കോൾ ചെയ്യും, വിളിക്കും, മെസ്സേജ് അയക്കും. രാത്രി 1 മണി 1:30 ആവാതെ വരില്ല. എപ്പോഴും അവരുടെ കൂടെയൊക്കെ ആയിരിക്കും. വന്നാലും അവരോട് സംസാരിക്കും. ഞാനാകെ ബുദ്ധിമുട്ടിപ്പോയി. ഞാനാകെ ഇടങ്ങാറായി. പഠിച്ചവനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ നിസ്കരിക്കാൻ എണീക്കുമ്പോൾ എൻ്റെ ഇക്കയെ വിളിക്കും. സുബഹി നിസ്കരിക്കാൻ ഇല്ല, അദ്ദേഹം എണീക്കില്ല. അദ്ദേഹം വിളിക്കുമ്പോൾ തന്നെ എന്നെ പലതും പറയും. എന്തുകൊണ്ടൊക്കെ കയ്യിൽ എന്ത് കിട്ടിയാലെടുത്ത് എറിയും. അങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഉറക്കങ്ങാനും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയും. പിന്നെ എന്നെ മുറിയിൽ നിന്ന് പുറത്താക്കൽ തുടങ്ങി.
ഇവിടെ നീ കിടക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എത്രയോ ദിവസങ്ങളിൽ നിലത്ത് പായ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഞാൻ ബെഡിലൊരു ദിവസം കയറി കിടന്നപ്പോൾ തന്നെ എന്നെ ചീത്ത പറഞ്ഞു. നിന്നോട് ആരുടെ ഇതിൽ കയറാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ആ റൂമിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടു. പിന്നെ ഉമ്മയുടെ ബെഡിന് താഴെ പായിട്ട് ഞാൻ കിടക്കും. പക്ഷേ വീട്ടുകാരോട് ഈ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഉമ്മയോടും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എല്ലാം പതുക്കെ പതുക്കെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. ആ ഉമ്മക്ക് നല്ല സ്നേഹമാണ് എന്നോട്. സത്യമായിട്ടും എൻ്റെ ഇക്കയെ എപ്പോഴും ചീത്ത പറയും എന്നെ ശരിക്കും നോക്കായിട്ട്. ഇപ്പോൾ ഇതാ ഈ എൻട്രൻസ് ഇതിന് പഠിക്കാനുള്ള പൈസ മുഴുവൻ ആ ഉമ്മയാണ് തന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്തൊക്കെയാണ് കേൾക്കണത്. എടി നുസൈബ, എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ര കാലമായിട്ടും. എന്തിനാടേ എല്ലാവരെയും ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഇപ്പം നിനക്കത് കേട്ടപ്പോൾ ടെൻഷനായില്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണ് എല്ലാം. അവരാണ് എല്ലാം ചെയ്ത് എനിക്ക് തരുന്നത്. യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പവും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ എനിക്ക് എല്ലാത്തിനുള്ള ക്യാഷ് തരുന്നതൊക്കെ അവരാണ്. കണ്ടില്ലേ അയ്യൊരു ഫോണ്, ഇതെല്ലാം എനിക്ക് ഉമ്മ തന്നതാണ്. ആണോ? ഞാൻ വിചാരിച്ചു നിൻ്റെ ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ട് തന്നതായിരിക്കും എന്നൊക്കെ. അതെ, ഉമ്മാക്ക് കിട്ടുന്നത് ഉമ്മ എനിക്ക് കൊണ്ടുവന്ന് തരും. എന്തോ അങ്ങനെ തന്നെ. പാവമാണ് പഠിച്ചവനെ. ദീർഘായുസ്സും ആഫിയത്തും പഠിച്ചവൻ പ്രദാനം ചെയ്യട്ടെ. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരയണ്ട എടി, ഞാൻ നിന്നോട് എന്തെങ്കിലുമൊക്കെ തമാശയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്ത് തരണം കേട്ടോ, ഷിഫ പറഞ്ഞു. ഹേയ്, എന്ത് പറയാനടി, നീ എൻ്റെ കൂട്ടുകാരില്ലേ, നീ എന്നോട് എന്തും പറയും. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ജീവിതം അതൊക്കെയാണടി. എൻ്റെ വിഷമം ഒരാളോട് എന്തിനാ പറയണമെന്ന് വിചാരിച്ചിട്ട് മനസ്സിൽ ഞാനത് ഒളിപ്പിച്ച് വെച്ചതാണ്. പക്ഷേ ഷിഫ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടി? എനിക്കെൻ്റെ ഇക്കയെ എപ്പോഴും ഇഷ്ടമാണ്. നീ എന്തേ പറയുന്നത്? നിന്നെ അത്രയൊക്കെ കടുപ്പം കാട്ടിയിട്ടും നിനക്ക് അയാൾ ഇഷ്ടമാണെന്നോ? അയ്യേ, ഞാനെന്നാണ് തിരിഞ്ഞു നോക്കൂല. അതേടി, എൻ്റെ ഫൈസൽക്ക ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഞാനെപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കും. അപ്പോഴൊക്കെ ഉമ്മ എന്നെ ചീത്ത പറയും. എടി പെണ്ണെ, അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്, നിനക്ക് വേറെ ആളെ നമുക്ക് നോക്കാം. അപ്പോഴൊക്കെ ഞാൻ കരയാറാണ് പതിവ്. നിൻ്റെ ഉമ്മ പറഞ്ഞതാണ് കാര്യം. നീ എന്ത് പൊട്ടത്തര കാണിക്കണത്? അങ്ങനെയൊക്കെ നിന്നെ കടുപ്പം കാട്ടി ഉപദ്രവിച്ച അയാളെ ഇനിയും ഈ കാത്തുക്ക്. അതുമല്ല, എൻ്റെ കൺമുമ്പൊക്കെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. അതൊക്കെ നീ എങ്ങനെ സഹിച്ചു? അതൊക്കെ ഒരു കഥയായിരുന്നടി. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് വീട്ടിൽ അങ്ങനെ പോയി നിന്നു. ഉമ്മാക്ക് സുഖമില്ലാതെ വന്നു. ആ ഒരു സമയത്ത് വീട് ഞാൻ അടിച്ചു വാരി തുടക്കാൻ മുകളിലേക്ക് കയറിയപ്പോഴുണ്ട് 2 ബെഡ്റൂം. എൻ്റെ സാധനങ്ങളെല്ലാം ഒഴിച്ച് മറ്റൊരു റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പുതിയൊരു ബെഡ്റൂം, ബെഡും കട്ടിലും എല്ലാം സെറ്റാക്കിയിരുന്നു. ഞാൻ വിചാരിച്ചു ഇക്ക ഞാൻ തിരിച്ചു വന്നതല്ലേ, അപ്പോൾ ഇക്കാക്ക് എനിക്കൊരു വെറൈറ്റി സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയൊന്ന് സെറ്റാക്കിയതെന്ന്. പക്ഷേ എന്നോട് ഇക്ക പറഞ്ഞു, നുസൈബ, നിൻ്റെ റൂം ഇനി മുതൽ അതാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എന്താണെന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇക്കയുണ്ടൊരു പെണ്ണിനെയും കൈപ്പിടിച്ച് വരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിടി. നുസൈബ, ഇനി പറയേണ്ട നീ ഒന്നും. എനിക്കത് കേൾക്കാൻ കഴിയണില്ല. നീ എങ്ങനെ അത് ക്ഷമിച്ച് അവിടെ നിന്ന് പെണ്ണേ? ഷിഫ, എൻ്റെ മനസ്സിൽ വളരെയധികം സങ്കടമുണ്ടാക്കിയ ഒരു കാര്യമാണ് അത്. ഞാൻ അതുവരെ കിടന്നിറങ്ങിയിരുന്ന, ഞാൻ മണവാട്ടിയായി കടന്നു വന്ന ആ ഒരു മണിയറ, ആ മണിയറയിൽ ഇന്ന് മറ്റൊരു അവകാശി. അതെ, അത് എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് അവർ ആ മണിയറ വാതിൽ കൊട്ടിയടച്ചത്. എനിക്ക് കൈകാലുകൾ തളർന്ന് എണീക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഞാനവിടെ ഇരുന്നു പോയി സങ്കടപ്പെട്ട്. നുസൈബ പൊട്ടി പൊട്ടി കരഞ്ഞു. അതെ, അവളുടെ മനസ്സിലുള്ള സങ്കടമോ വിഷമവുമെല്ലാം ഒരാൾക്ക് ഷെയർ ചെയ്തപ്പോൾ ഷിഫ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സാരല്ല നുസൈബ, ഇത്രയും വലിയൊരു വിഷമം നിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ലേ? സാരമില്ലടി. അവളുടെ കണ്ണുനീർ ഷിഫ അതാ തോർത്തി കൊടുക്കുന്നു. സാരല്ല, അവളുടെ പുറത്ത് തട്ടി കൊടുക്കുന്നു. നുസൈബ, ഞാൻ
നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയണില്ല. ഇതിന് എങ്ങനെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക? എനിക്ക് വാക്കുകളില്ല. ഒരിക്കലും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തതാണ് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കഴിയുക എന്നുള്ളത്. അതും നിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വാതിലടച്ചപ്പോൾ നീ എങ്ങനെ സഹിച്ചു പെണ്ണേ? ആ രംഗം നിനക്ക് എങ്ങനെ അവിടെ നിൽക്കാൻ കഴിഞ്ഞു? ഷിഫയും നുസൈബയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതെ, കൂട്ടുകാരിയുടെ വേദനയേറിയ ആ ഒരു സങ്കട വാർത്തകൾ എല്ലാം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷിഫക്കും സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ വളരെയധികം കരഞ്ഞു. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.